അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും രൂക്ഷമായി വിമർശിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം കുറയ്ക്കാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന അമേരിക്കൻ നീക്കം ഒടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. ഊർജ്ജ നയത്തിൽ ഇന്ത്യയുടെ സ്വീകരിക്കുന്ന സ്വതന്ത്ര നിലപാടിനെ പുടിൻ എടുത്തു പറയുകയും ബാഹ്യ സമ്മർദ്ദങ്ങളെ ചെറുത്തതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച പുടിൻ ഞങ്ങളുടെ ബന്ധം വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമാണെന്നും പറഞ്ഞു. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ ജനങ്ങൾ രാഷ്ട്രീയ നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ്. അവർ ഒരിക്കലും ഒരു തരത്തിലുമുള്ള അപമാനം സഹിക്കില്ല. എനിക്ക് പ്രധാനമന്ത്രി മോദിയെ നന്നായി അറിയാം. അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കില്ല എന്നും പുടിൻ പറഞ്ഞു. എണ്ണ വ്യാപാരത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അർത്ഥശൂന്യമെന്ന് വിളിച്ചാണ് പുടിൻ തള്ളിക്കളഞ്ഞത്. ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയാൽ 9 മുതൽ 10 വരെ ബില്യൺ ഡോളറിൻ്റെ നഷ്ടമുണ്ടാകും. എന്നാൽ പുറത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യം ഇന്ത്യക്കില്ല. റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാലമായി സുസ്ഥിരമായ ബന്ധമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യൻ എണ്ണ വിതരണം വെട്ടിക്കുറക്കുന്നത് ആഗോള വിപണിയിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് ക്രൂഡ് ഓയിൽ വില ബാരലിനെ $100 മുകളിലേക്ക് ഉയർത്തുകയും ആഗോള വളർച്ചയ്ക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്നും കൂടി പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെയും മറ്റ് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കുമ്പോൾ അവരുടെ സ്വന്തം ആണവോർജ്ജ വ്യവസായത്തിനായി റഷ്യൻ യുറേനിയത്തെയാണ് അവർ വളരെയധികം ആശ്രയിക്കുന്നതെന്നും പുടിൻ പറയുന്നു. ആണവ നിലയങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. അമേരിക്കൻ വിപണിയിലേക്ക് യുറേനിയം വിതരണം ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ് റഷ്യ എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ നാറ്റോ രാജ്യങ്ങളും ഇപ്പോൾ ഞങ്ങളോട് പോരാടാൻ എത്തുകയാണ്. ഇപ്പോൾ അവരത് മറച്ചു വെക്കുന്നുമില്ല. ഉക്രൈനിൽ റഷ്യക്കെതിരായ പോരാട്ടങ്ങളിൽ അവർ പങ്കെടുക്കുന്നു. യൂറോപ്പിൽ അവർ ഒരു കേന്ദ്രം പ്രത്യേകമായി സ്ഥാപിച്ചിട്ടുണ്ട്. അത് വിവരങ്ങൾ നൽകുന്നു, ബഹിരാകാശത്ത് നിന്ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നു, ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു, കൂടാതെ പരിശീലനം നൽകുകയും ചെയ്യുന്നുവെന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 140-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഭൗമരാഷ്ട്രീയ വിദഗ്ധർ പങ്കെടുത്ത ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. താരിഫുകളിലൂടെ റഷ്യയുടെ വ്യാപാര പങ്കാളികളെ ശിക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന് പുടിൻ പറഞ്ഞു. ഇങ്ങനെ സംഭവിച്ചാൽ പലിശ നിരക്ക് ഉയർത്തേണ്ടി വരുമെന്നും അത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മന്ദഗതിയിലാക്കുമെന്നും പുടിൻ ഒരു മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുമായുള്ള വ്യാപാര അസന്തുലിതാവസ്ഥ ലഘൂകരിക്കണമെന്ന് അമേരിക്കയോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടു. ഡിസംബർ ആദ്യവാരം ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര അസന്തുലിതാവസ്ഥയെക്കുറിച്ച് പുടിൻ അന്താരാഷ്ട്ര വാൾഡായ് ചർച്ചാവേദിയിൽ ഈ പ്രതികരണം നടത്തിയത്. റഷ്യയും ഇന്ത്യയും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ കണക്കിലെടുത്താണ് എല്ലായ്പ്പോഴും നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ കാലം മുതൽ റഷ്യ ഇന്ത്യ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ അത് മറന്നിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്നും പുടിൻ പറഞ്ഞു. വ്യാപാരവുമായി ബന്ധപ്പെട്ട് റഷ്യ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങിയേക്കാമെന്നും അദ്ദേഹം പറയുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിനുള്ള വിശാലമായ സാധ്യതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര പങ്കാളിത്തം അതിൻ്റെ 15ാം വാർഷികം ഉടനെ ആഘോഷിക്കുമെന്നും പുടിൻ ഓർമ്മപ്പെടുത്തി.